ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ് ചിന്തിക്കുന്നത്. 14-ാം അധ്യായം 28, 29, 30 വാക്യമാണ്. അതിൽ ചിന്താ വിഷയത്തിൻ്റെ സാരാംശം അല്പവിശ്വാസിയെ, അല്പവിശ്വാസത്തോടെ ജീവിക്കരുത്. കർത്താവ് പത്രോസിനെ അടുക്കിലോട്ട് ശിഷ്യന്മാരുടെ അടുക്കിലോട്ട് കടലിൽ കൂടെ നടന്നു ചെല്ലുമ്പോൾ, കർത്താവെ നീ ആകുന്നുവെങ്കിൽ ഞാൻ അങ്ങോട്ട് വരട്ടെ. കർത്താവ് പറഞ്ഞു, വരിക. അവൻ പടകിൽ നിന്നും കാല് വെള്ളത്തിൽ വച്ചു കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നടന്നു ചെല്ലുമ്പോൾ, അടുത്ത വാക്യത്തിൽ വായിക്കുന്നത്, കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങുകയാൽ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുകയാണ്. ആ നിലവിളി കേട്ട് കർത്താവ് അവൻ്റെ കൈ പിടിച്ച് എന്നിട്ട് അവനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു? ഒരു സംശയം കടന്നു വന്നു. യേശു ആണോ മുന്നിൽ നിൽക്കുന്നത്, അതോ കാറ്റ് കണ്ട് പേടിച്ചു? അപ്പോൾ കാറ്റ് കാണത്തക്ക വണ്ണമാണോ? കാറ്റിനെ കാണാൻ പറ്റില്ലല്ലോ. ഇന്ന് വരെ ആരും കാറ്റിനെ കണ്ടിട്ടില്ല, പക്ഷെ കാറ്റുണ്ടെന്നറിയാം. അപ്പോൾ കണ്ട് പേടിക്കത്തക്ക വണ്ണം എന്തോ ഒരു ശക്തി പത്രോസിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു, കർത്താവിനെ കൂടാതെ. അത് കണ്ടപ്പോൾ പേടിച്ച് മുങ്ങി തുടങ്ങി. നമ്മുടെ ജീവിതത്തിലും കർത്താവിനെ നോക്കി മുന്നോട്ടിറങ്ങിയതാണ്. പക്ഷെ ഇന്ന് പലപ്പോഴും ജീവിത സാഹചര്യത്തിൻ്റെ സമ്മർദ്ദങ്ങൾ മൂലം പലതിലൂടെ നമുക്ക് പേടിയും ഭയവും ഭീതിയുമാണ്. അത് നിമിത്തം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പ്രാർത്ഥന കുറഞ്ഞ്, ആരാധന കുറഞ്ഞ്, ദൈവകൃപ കുറഞ്ഞു, ദൈവിക ശുശ്രൂഷകൾ കുറഞ്ഞു. എല്ലാവരും പലതിലും നിന്നും അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കർത്താവ് പറയുന്നു, നിങ്ങൾ എന്നെ നോക്കി മുന്നോട്ട് പോകുക, ഞാൻ നിങ്ങളെ സഹായിപ്പാൻ കൂടെയുണ്ട്. 1 പത്രോസ് 5:7 വായിക്കുന്നത്, അവൻ നമുക്ക് കരുതുന്ന ദൈവമാണ്. അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനും നമ്മൾ ഭയപ്പെടണം, എന്തിനും നമ്മൾ സംശയിക്കണം. അതുകൊണ്ട് ഇസ്രായേലിന് വേണ്ടി കരുതിയ ദൈവം, യേശുവിൻ്റെ ജീവിതത്തിൽ അടക്ക ശുശ്രൂഷയ്ക്കുള്ളതായ കാര്യങ്ങൾ കർത്താവ് മുൻകരുതിയ ദൈവം നമുക്ക് വേണ്ടി എത്ര ശ്രേഷ്ഠമേറിയത് കരുതുന്നുണ്ട്. ആ കരുതലുകളെ ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നതിനും സ്തോത്രം. നാമത്തെ മഹത്വപ്പെടുത്തിയാലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.